സൂര്യൻ ഉച്ചിയിൽ അടിച്ചിട്ടും പോത്തുപോലെ കിടന്നുറങ്ങുന്നവർക്ക് സന്തോഷ വാർത്ത. നിങ്ങൾ ഇത്രയധികം ഉറങ്ങുന്നത് കൊണ്ട് നിങ്ങൾ സംരക്ഷിക്കുന്നത് നിങ്ങളുടെ തന്നെ ആരോഗ്യത്തെയാണ്. കേട്ടിട്ടൊന്നും അങ്ങോട്ട് പിടികിട്ടില്ലെങ്കിൽ പറഞ്ഞു നൽകാം. രാവിലെ വൈകി ഉറക്കമുണരുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന പുതിയ കണ്ടെത്തൽ പുറത്തു വരികയാണ്. ലണ്ടനിലെ ഇംപീരിയൽ കോളേജ് നടത്തിയ ഗവേഷണത്തിലാണ് ഇത്തരം കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വൈകുന്നേരങ്ങളിൽ സജീവമാകുന്നവർ അഥവാ നൈറ്റ് ഓൾസ് രാവിലെ നേരത്തെ ഉണരുന്നവരെക്കാൾ മിടുക്കരായിരിക്കും എന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. അത് മാത്രമല്ല, വൈകി ഉണരുന്നവർക്ക് ബുദ്ധി, യുക്തി, ഓർമ്മശക്തി എന്നിവയിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇവർ മുൻപന്തിയിലായിരിക്കുമെന്നും കണ്ടെത്തിയിരിക്കുന്നു. 26,000-ഓളം ആളുകളിലാണ് ഇവർ പഠനം നടത്തിയത്. 7 മുതൽ 9 വരെ മണിക്കൂർ രാത്രി ഉറങ്ങണമെന്നും തടസ്സമില്ലാതെ സുഖമായി ഉറങ്ങിയാൽ മാത്രമേ അത് ആരോഗ്യകരമായ ഉറക്കമാകൂ എന്നും ഈ പഠനത്തിൽ പറയുന്നുണ്ട്. മാത്രമല്ല, സമയം കൂടുതലോ കുറവോ ആണ് ഉറക്കമെങ്കിൽ ഇത് തലച്ചോറിനും ഓർമ്മശക്തിക്കുമൊക്കെ ദോഷകരമാകുമെന്നും കണ്ടെത്തലുണ്ട്. ഈ പഠനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാകട്ടെ ന്യൂറോ സയൻസ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങണമെന്നത് ആരോഗ്യകരമായ ജീവിതത്തിന് എത്രത്തോളം പ്രധാനമെന്നും ആരോഗ്യ വിദഗ്ധർ നിരന്തരം ആവർത്തിച്ചു പറയുന്നതാണ്. ഉറക്കം കുറഞ്ഞാൽ മാത്രമല്ല, ഉറക്കം കൂടിയാലും ഇവിടെ പ്രശ്നം സംഭവിക്കും. ഉറക്കത്തിന്റെ ഗുണനിലവാരം നടുവേദനയും പരസ്പര ബന്ധിതമാണെന്നും നിരവധി പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു. കടുത്ത നടുവേദനയുള്ള ആളുകളിൽ അന്നത്തെ ദിവസത്തെ രാത്രി ഉറക്കം വളരെ മോശമാണെന്നും സെജിയാങ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിനിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. രാത്രി ഉറക്കമില്ലാത്തതും പകൽ സമയത്ത് ഏറെ നേരം കിടന്നുറങ്ങുന്നതും നടുവേദന മാത്രമല്ല, പുറം വേദനയും ഉണ്ടാക്കും. നേരത്തെ നടുവേദനയ്ക്കുള്ള പരിഹാരമായി കൂടുതൽ നേരം ഉറങ്ങാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതിയാകെ മാറിയിരിക്കുകയാണ്. ഏറെ നേരം കിടന്നുറങ്ങുന്നതും കുഴപ്പമുണ്ടാക്കും. ഒരു പരിധിവരെ ജീവിതശൈലികളാണ് ഇതിന് കാരണമാകുന്നത്. കൂടുതൽ ആളുകളും കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നുള്ള ജോലികളാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആളുകൾ മറന്നുപോകും. നടുവിന് സമ്മർദ്ദം കൂടാൻ മാത്രമേ ഇത് ഇടയാക്കുകയുള്ളൂ. ഇനി ശരീരത്തിലെ മറ്റ് എല്ലുകളേക്കാൾ സങ്കീർണമായ ഘടനയാണ് നമ്മുടെ നട്ടലിനുള്ളതെന്ന് ഓർക്കുക. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതിനാൽ തന്നെ ചെറിയ നടുവേദനകൾ പോലും നിസ്സാരമായി കണ്ട് അവഗണിക്കരുത്. നട്ടലിനോട് ബന്ധപ്പെട്ട പേശികളിലോ സന്ധികളിലോ ഉണ്ടാകുന്ന ഏതെങ്കിലും രോഗത്തിന്റെ ലക്ഷണം കൂടിയാകും ഈ നടുവേദന. കാലുകളിലെ മരവിപ്പ്, ബലക്കുറവ്, ക്ഷീണം തുടങ്ങിയവയെല്ലാം നടുവേദനയുടെ ലക്ഷണമാണോ എന്നതും ശ്രദ്ധിക്കുക. എപ്പോഴും പുറകുവശം ബെഡിനോട് ചേർന്ന് കിടക്കുന്നത് നടുവിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. കമിഴ്ന്നു കിടന്നുറങ്ങുന്നത് നടുവിനെയും കഴുത്തിനെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കും. ഇനി കമിഴ്ന്നു കിടന്നാണ് ശീലമെങ്കിൽ സോഫ്റ്റായ ഒരു തലയണ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. തലയണ ഒഴിവാക്കുന്നതും ഗുണം ചെയ്യും. നട്ടലിൻ്റെ ആരോഗ്യത്തിന് കിടക്ക സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട്. കിടക്ക ഒരുപാട് കട്ടിയുള്ളതായാൽ ഒരു പരിധിയിൽ കൂടുതൽ സോഫ്റ്റ് ആയാലും നടുവിന് പ്രശ്നമായിരിക്കും. ശരീരത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കട്ടി കിടക്കയ്ക്കുണ്ടാകണം എന്നതാണ് വിദഗ്ധ അഭിപ്രായം. അതുമാത്രമല്ല, ഉറക്കത്തിന് നാം കഴിക്കുന്ന ഭക്ഷണവും ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ചില ഭക്ഷണങ്ങൾ നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. രാത്രിയിൽ അത്തരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങളുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണപാനീയങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിലൊന്നാമതായി പറയുന്നത് മദ്യമാണ്. നല്ല ഉറക്കത്തിന് രാത്രിയിൽ പലരും മദ്യപിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ഫലമാകട്ടെ നേരെ തിരിച്ചായിരിക്കും എന്നത് ഓർക്കുക. മദ്യം നിങ്ങളെ ഉറക്കുകയല്ല, ഉണർത്തുകയാണ് ചെയ്യുന്നത്. മദ്യം നിങ്ങളെ മയങ്ങാൻ സഹായിക്കുമെങ്കിലും രാത്രിയിൽ അത് നിങ്ങളുടെ സ്വാഭാവിക ഉറക്കചക്രത്തെ തടസ്സപ്പെടുത്തും. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉറക്കത്തിൻ്റെ അളവ് കുറയ്ക്കും. മദ്യം കഴിക്കുന്നത് ശരീരത്തിലെ എല്ലാ പേശികളിലും അയവ് വരുത്തുന്നു. ഇത് സ്ലീപ്പ് അപ്നിയയും കൂർക്കം വലിയും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തത് അമിത ആഹാരമാണ്. കൊഴുപ്പുള്ളതും വറുത്തതുമായ ഭക്ഷണങ്ങൾ ദഹനക്കേടിലേക്ക് നയിക്കുകയും രാത്രിയിൽ നിങ്ങളെ ഉണർത്തുകയും ചെയ്യും. ചീസ്, ബർഗറുകൾ, ഫ്രൈകൾ, വറുത്ത ഭക്ഷണങ്ങൾ എന്നിവ പോലുള്ളവ രാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. ഉയർന്ന ജലാംശമുള്ള ഭക്ഷണങ്ങൾ, ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാന ഭാഗമാണ്. എന്നാൽ ഉറക്കത്തെ തടസ്സപ്പെടുത്തി രാത്രിയിൽ മൂത്രമൊഴിക്കാൻ പോകാൻ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നതും ഓർക്കുക. അതിനാൽ രാത്രിയിൽ നിങ്ങൾ ഉയർന്ന ജലാംശമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. സെലറി, തണ്ണിമത്തൻ, കക്കിരി തുടങ്ങി ഒഴിവാക്കുക. ഇനി മറ്റൊന്ന് കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതായത് പല ഭക്ഷണങ്ങളിലും കഫീൻ അടങ്ങിയിട്ടുണ്ട്.
കാപ്പിയിലും ചോക്ലേറ്റിലുമെല്ലാം സാധാരണയായി കഫീനുണ്ട്. കഫീൻ അടങ്ങിയ ചോക്ലേറ്റും മറ്റ് ഭക്ഷണങ്ങളും ഒരു ഉത്തേജകമായി തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇത് നമ്മുടെ ആഴത്തിലുള്ള ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും നമുക്ക് സാധാരണമായി ലഭിക്കുന്ന ഉറക്കത്തിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇനി മറ്റൊന്ന് മധുരം കൂടിയ ഭക്ഷണങ്ങളാണ്. അമിതമായി മധുരമുള്ള ലഘുഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. ഇത് നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിന് കാരണമാകും. മധുരമടങ്ങിയ ധാന്യങ്ങൾ, മധുര പലഹാരങ്ങൾ എന്നിവ രാത്രി കഴിക്കരുത്. ഇനി ടെറാമിൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് അടുത്തേത്. ഉറക്കത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് ഉയർന്ന അളവിൽ ടെറാമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം. ഇത് അമിനോ ആസിഡ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്ന ഒരു സ്വാഭാവിക ഉത്തേജകത്തെ മസ്തിഷ്കത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു. ഇത് നമ്മുടെ ഉറക്കത്തിന് വെല്ലുവിളിയാകും. തക്കാളി, സോയാ സോസ്, വഴുതന, റെഡ് വൈൻ എന്നിവ ടെറാമിൻ അടങ്ങിയ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. എരിവുള്ള വിഭവങ്ങൾ രാത്രി കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഉറക്കം സുഗമമാക്കുന്നതിന് നമ്മുടെ ശരീര താപനില കുറയ്ക്കണം. എന്നാൽ എരിവുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനില വർദ്ധിപ്പിക്കും. ചൂട് അനുഭവപ്പെടുന്നത് കൂടുതൽ നേരം ഉണർന്നിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതിനാൽ തന്നെ നല്ല ഉറക്കത്തിന് രാത്രിയിൽ എരിവുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഇനിയുള്ളത് അസിഡിക് ഭക്ഷണങ്ങളാണ്. രാത്രിയിൽ അസിഡിക് കാരണമാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുകയാണ് നല്ലത്. സിട്രിക് ജ്യൂസ്, ഉള്ളി, വൈറ്റ് വൈൻ, തക്കാളി, സോസ് എന്നിവ നെഞ്ചിരിച്ചിൽ കൂടുതൽ വഷളാക്കുന്നതിലൂടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തരം ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. ഗ്യാസ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ദഹിക്കാൻ പ്രയാസമുള്ളതും ധാരാളം നാരുകൾ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ വേദനാജനകമായ ഗ്യാസിനും കാരണമാകും. ഉയർന്ന നാരുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ശരീരത്തിന് മികച്ചതാണ്. എന്നാൽ ഇത് ഉറക്കത്തിന് അത്ര നല്ലതല്ല. അതിനാൽ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി സ്ത്രീകളിലെ ഉറക്കമില്ലായ്മയാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം. ആവശ്യത്തിന് ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ദോഷമുണ്ടാക്കും. പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളിൽ ഉറക്കം കുറയാം. ഒന്നാമത് ടെൻഷൻ കൂടുന്നത് കൊണ്ട് ഉറക്കത്തിന് കാരണമാകാം. ആഴ്ചകൾ, മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഉറക്കക്കുറവ് സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തെ ഏറെ ബാധിക്കുന്ന ഒന്നാണ്. ദീർഘനാൾ തുടരുന്ന ഉറക്കം സംബന്ധമായ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ അമിത ക്ഷീണത്തിന് വരെ കാരണമാകും. ഇടയ്ക്കിടെ മാനസികാവസ്ഥയിൽ മാറ്റം വരിക, ഏകാഗ്രത കുറയ്ക്കുക തുടങ്ങിയ അവസ്ഥകളിലേക്കും ഉറക്കക്കുറവ് നയിച്ചേക്കാം. ഉറക്കം അകാരണമായി കുറയുന്നത് പഠനം, ജോലി, ഡ്രൈവിംഗ്, വീട്ടിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവ ചെയ്യുന്നതിനുള്ള ശേഷിയെ ബാധിക്കുന്നു. ഇത് ബന്ധങ്ങളെയും സാമൂഹ്യ ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. ഉറക്കവും ഉറക്കമുണരും നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ പ്രവർത്തനത്തെയും ഈ അവസ്ഥ മന്ദഗതിയിലാക്കും. കൃത്യമായ വ്യായാമം, ചിട്ടയായ ഭക്ഷണരീതി എന്നിവ ഒരു പരിധിവരെ ഈ ആരോഗ്യ പ്രശ്നത്തെ അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇത് പിന്തുടരുന്നതിലൂടെ മനസ്സിന് ഏകാഗ്രതയും ശരീരത്തിന് ഉന്മേഷവും ഉണർവുമൊക്കെ നേടാൻ കഴിയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.